വണ്ടൂർ ബ്യൂട്ടി മാർക്കിന്റെ 1ാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയും. വണ്ടൂർ പള്ളിക്കുന്നിലെ ഹജർ സ്റ്റോൺ കടയുടമകളിൽ ഒരാൾ മാധ്യമങ്ങളിലൂടെ നടത്തുന്നത് തെറ്റായ പ്രചരണമെന്ന് CITU. പരാമർശം പിൻവലിച്ച് സ്ഥാപനത്തിന് മുൻപിൽ സ്ഥാപിച്ച ബാനർ നീക്കം ചെയ്യണമെന്നും അല്ലാത്തപക്ഷം സ്ഥാപനത്തിലേക്ക് തൊഴിലാളി മാർച്ച് സംഘടിപ്പിക്കുമെന്നും മലപ്പുറം ജില്ലാ ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU വണ്ടൂർ ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഹജർ സ്റ്റോണിലെ പാർട്ട്ണർമാർ ചില തർക്കങ്ങൾ കാരണം കട അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതാണ്. ഈ നടപടി തൊഴിലാളികളുടെ മേൽ കെട്ടിവെക്കേണ്ട കാര്യമില്ല. നിലവിൽ ഒരു തൊഴിൽ തർക്കവും കട നടത്തിക്കൊണ്ടുപോകാൻ തടസ്സമില്ല. നിലവിൽ വണ്ടൂരിലും പരിസരങ്ങളിലും ഒരു ടണ്ണിന് 419 രൂപയാണ് ലെവി ഉൾപ്പെടെ വാങ്ങുന്ന കൂലി. എന്നാൽ 2.5 വർഷം മുൻപ് ഒരു പുതിയ കട വരുന്നതിന്റെ ഭാഗമായിട്ട് സൈറ്റുകളിലെ കയറ്റിറക്ക് ചുമട്ടുതൊഴിലാളികൾക്ക് നൽകുമെന്ന ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ കൂലി 419 രൂപയിൽ നിന്ന് 290 രൂപയായി നിജപ്പെടുത്തുകയാണുണ്ടായത്. നിലവിൽ 2.5 വർഷക്കാലം ഈ കൂലിക്ക് കയറ്റിറക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ഹജർ സ്റ്റോൺ. സാധാരണ 2 വർഷം കൂടുമ്പോൾ കയറ്റിറക്ക് കൂലി വ്യാപാരി സംഘടനകളുമായി കൂടിയാലോചിച്ച് നിശ്ചയിക്കുന്ന രീതിയാണ് കഴിഞ്ഞ 40 വർഷമായി വണ്ടൂരിൽ തുടരുന്നത്. എന്നാൽ അതും അംഗീകരിക്കാത്ത സ്ഥിതിയാണ് ഹജർ സ്റ്റോൺ ഉടമയിൽ നിന്നുണ്ടായത്. പിന്നീട് ക്ഷേമനിധി ബോർഡ് വഴിയാണ് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തു പോരുന്നത്. ഈ പ്രശ്നം ചർച്ച ചെയ്യുന്നതിനു വേണ്ടി 3 തവണ ക്ഷേമനിധി ബോർഡിന്റെ ഉപസമിതി യോഗം വിളിച്ചിട്ടും തൊഴിലുടമ പങ്കെടുക്കാത്ത സ്ഥിതിയാണുണ്ടായത്. എന്നിട്ടും ഒരു ലോഡ് പോലും മടക്കിവിടുകയോ തടസ്സപ്പെടുത്തുകയോ ഉണ്ടായിട്ടില്ല. സ്ഥാപനത്തിലെ CCTV പരിശോധിച്ചാൽ ഭീഷണിപ്പെടുത്തുന്നതോ അസഭ്യം പറയുന്നതോ വണ്ടികൾ മടക്കിവിടുന്നതോ കാണാൻ കഴിയില്ല. പാർട്ട്ണർമാർ തമ്മിൽ സാമ്പത്തിക തർക്കങ്ങൾ ഉള്ളത് കാരണം അടച്ചുപൂട്ടാൻ തീരുമാനിക്കുകയും ഏറ്റെടുക്കുന്ന വർക്കുകൾ യഥാസമയം പൂർത്തീകരിക്കാൻ കഴിയാതെ വരികയും വൃത്തിയോടെ ഏറ്റെടുക്കാൻ കഴിയാത്തതുകൊണ്ട് നിലവിൽ വർക്ക് ഓർഡർ സ്ഥാപനത്തിന് കിട്ടുന്നില്ല. അവർ ചെയ്തു പോരുന്ന പല വർക്കുകളും മോശമാണെന്ന സ്ഥിതി വന്നപ്പോൾ കട നിർത്താൻ തീരുമാനിച്ചതാണ്. ഈ കാര്യങ്ങൾ പറയാതെ തൊഴിലാളികളുടെ മേൽ പഴിചാരി രക്ഷപ്പെടുവാനുള്ള ഹജർ സ്റ്റോൺ ഉടമയുടെ നീക്കം അങ്ങേയറ്റം അപലപനീയമാണ്. വണ്ടൂരിൽ എത്രയോ വലിയ തൊഴിലുടമകളുണ്ട്. അവർക്കെല്ലാം ഇന്നേ വരെയില്ലാത്ത പരാതി വെറുതെ കെട്ടിച്ചമച്ചതാണ്. മറ്റേതെങ്കിലും വ്യാപാരികൾക്ക് ഇത്തരം പരാതികൾ ഉണ്ടായിട്ടില്ല. വണ്ടൂരിൽ വളരെ സൗഹാർദ്ദപരമായി പോരുന്ന തൊഴിലുടമ ബന്ധം മോശപ്പെടുത്തുവാനുള്ള നീക്കത്തിൽ നിന്നും ഹജർ സ്റ്റോൺ തൊഴിലുടമ പിൻവാങ്ങി തങ്ങൾക്കെതിരായി ഉയർത്തിയ ബോർഡ് നീക്കം ചെയ്യണമെന്നും അല്ലാത്തപക്ഷം സ്ഥാപനത്തിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്നും യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു. ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയന്റെ ഏരിയ കമ്മിറ്റിയും അതുപോലെ നമ്മുടെ യൂണിറ്റ് കമ്മിറ്റിയും ഇവിടെ വണ്ടൂർ ടൗണിലെ ഒരു കടയുടമ ഉയർത്തിയ വലിയ വിവാദം, അതിനെ സംബന്ധിച്ചൊരു വസ്തുത ഇവിടെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് ഇവിടെ പറയാൻ തീരുമാനിച്ചത്. ഇവിടെ വലിയ ചാനലിലൊക്കെ വലിയ വാർത്തയായി വരാനിടയായത് നിങ്ങൾക്കറിയാം, ഞങ്ങളെ ഉദ്ദേശിച്ചല്ല. അത് കേരളത്തിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആഗോള സംഗമവുമായി ബന്ധപ്പെട്ട് അതിന് എതിരെ ഒരു പുതിയ ഒരു വാർത്ത എന്ന നിലയിലാണ് ഇവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരായി ഇത്തരം സംഘടനകളാണ്, തൊഴിലാളി സംഘടനകളാണ് എന്ന് വരുത്തി തീർക്കാൻ നടത്തിയ ഒരു ശ്രമമാണ് വലിയ ചാനലിലൊക്കെ കാര്യം വന്നത്. പക്ഷേ എങ്കിലും ചില കാര്യങ്ങൾ ഇവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വിളിക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ നിലവിലെ ഈ ഹജർ സ്റ്റോൺ എന്ന് പറയുന്ന കട അത് 4 മാസം മുമ്പ് നിർത്താൻ തീരുമാനിച്ച കട. അതിലെ തൊഴിലാളി തന്നെ പലപ്പോഴും ഞങ്ങളുടെ തൊഴിലാളികളുമായി സൗഹാർദ്ദ സംഭാഷണത്തിൽ അവർ തൊഴിലുടമകൾ തമ്മിൽ തർക്കങ്ങളുണ്ട്, സാമ്പത്തികവും മറ്റു മേഖലയിലൊക്കെ തർക്കങ്ങളുണ്ട്. അതിൽ 2 പാർട്ട്ണർമാരാണ് തുടക്കത്തിലുണ്ടായിരുന്നത്. അവർ തമ്മിൽ സാമ്പത്തിക തർക്കത്തെ തുടർന്ന് അത് നിർത്തിവെക്കേണ്ടി വരും എന്ന അഭിപ്രായം ഇപ്പോൾ ഇവിടെ ചാനലിൽ അഭിമുഖം തന്ന തൊഴിലാളി പോലും ഞങ്ങളെ പല തൊഴിലാളികളും പറഞ്ഞിട്ടുണ്ട്. അവരുടെ വർക്ക് ഏറ്റെടുത്ത് കൃത്യമായി യഥാസമയം നടത്തിക്കൊണ്ടുപോകാൻ കഴിയാതെ വരിക, എടുത്ത വർക്കിൽ ഒരുപാട് പരിമിതികളും പോരായ്മകളും അഭിപ്രായങ്ങളും ഉയർന്നു വരിക, സ്ഥിരമായി പണിയെടുക്കുന്ന ആളുകൾക്ക് വേണ്ടതുപോലെ വേതനം കൊടുക്കാതെ അവർ മറ്റു കേന്ദ്രങ്ങളിൽ പോയി സാധനം കൊണ്ടുവന്നെടുക്കുന്ന, അങ്ങനെ ആ സ്ഥാപനം അവർക്ക് ആ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ നിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് അവർ നിർത്താൻ തീരുമാനിക്കുന്നത്. അവർ കല്ല് കൊടുക്കുന്നവർക്കും മറ്റൊരുക്കും ഒരുപാട് പണം കൊടുക്കാനുണ്ട്. അവിടെ ഒരു തൊഴിൽ പ്രശ്നമായിട്ട് നിർത്തുകയാണ് എന്ന് വരുത്തി തീർക്കുന്ന ശ്രമമാണ് നടന്നത്. അത് ഞങ്ങളുടെ തൊഴിലാളികൾക്ക് മേൽ കെട്ടിവെച്ച് അവർ നിർത്തേണ്ട കാര്യമില്ല. അന്ന് ആ അവർ വാർത്താ സമ്മേളനം നടത്തുന്ന സമയത്ത് അന്ന് പോലും ഞങ്ങൾ ക്ഷേമനിധി ബോർഡിൽ അവർ പണടച്ച് ഞങ്ങൾ വേതനം പറ്റിയ പണി അന്ന് എടുത്തിട്ടുണ്ട്. അന്ന് രാവിലെ ഞങ്ങളുടെ പണിയെടുത്ത സ്ഥലത്താണ് ഞങ്ങൾ പോന്നപ്പോഴാണ് വാഹനം കിട്ടിയത്. അപ്പോൾ അവരെ നിർത്താൻ തീരുമാനിച്ച ആളുകളാണ്. അപ്പോൾ അത് ഞങ്ങളുടെ പേരെ അത് വഴിയായി നിർത്തുന്നത് അത് ഗുണകരമല്ല. അത് ആ തൊഴിലുടമയുടെ ഭാഗത്തുനിന്നുണ്ടായത് തീർത്തും അപലീയമാണ്.
പിന്നെ വേതനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഒരു ടണ്ണിന് വാങ്ങുന്ന പിന്നെ വേതനം എന്ന് പറഞ്ഞാൽ 419 റുപ്യാണ് ഒരു ടണ്ണിന്. അത് 2023 വണ്ടൂരിലെ വ്യാപാരി ഏകോപന സമിതിയും വ്യാപാരി സമിതിയും രണ്ട് സംഘടനകളും ഞങ്ങളുടെ നേതാക്കന്മാരെ ഇരുന്ന് ചർച്ച ചെയ്തെടുത്ത പൊതുവിൽ എടുത്ത ചാർജ് വർദ്ധനവിൻ്റെ കുതിച്ചിട്ട് ഇത് വ്യാപകമായി ഞങ്ങൾ കൊടുത്തിട്ടുള്ളതാണ്. ഇതിനകത്ത് 419 റുപ്യ ലവി അടക്കം അത് 27% ലവിയാണ്. 330 റുപ്യയും 57 പൈസയാണ് ഒരു ടണ്ണ് മാർബിൾ അതുപോലെ സ്റ്റോൺ അടക്കമുള്ളത് അടയ്ക്കാൻ എല്ലായിടത്തും പൊതുവിലുള്ളത്. 27% ലവി അടക്കം 419.82 അത് 420 റുപ്യ അതാണ് പൊതുവിലുള്ള റേറ്റ്. അപ്പോൾ ഞങ്ങൾ തന്നെ പണിയെടുക്കുന്ന അമ്പലപ്പടിയിലെ ഒരു സ്ഥാപനമുണ്ട്, സ്റ്റോണും മാർബിൾ ഗ്രാനൈറ്റുള്ളത്. അവിടെ ഞങ്ങൾ 420 റുപ്യ കൂലി വാങ്ങുന്ന ആളാണ്. അവിടെ 290 റുപ്യക്കാണ് ഞങ്ങൾ വാങ്ങുന്നത്. ആ 290 വരാൻ കാരണം എന്താണ്? അവരുടെ പുതിയ സ്ഥാപനം 2.5 വർഷം മുമ്പ് തുറക്കുകയാണെന്ന് പറഞ്ഞു. ആ രണ്ടുടമകളും വന്ന് ഞങ്ങളെ സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ചെറിയൊരു അളവ് ചെയ്തുതരാം. അപ്പോൾ ഞങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ട്, നിങ്ങൾ സൈറ്റ് കൊണ്ടുപോയി പലയിടത്തും ഇറക്കുന്ന രീതി ഒഴിവാക്കി ഞങ്ങൾ തൊഴിലാളികളെ വിളിച്ച് ആ സൈറ്റിൽ വർക്കും ചെയ്യും. ആ ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 420 റുപ്യയിൽ നിന്ന് ഞങ്ങൾ 290 റുപ്യക്ക് ചുരുങ്ങുന്നത്. അന്ന് പിന്നെ വ്യാപാരി വ്യവസായി സമിതിയും പിന്നെ നേതാക്കന്മാരൊക്കെ ഇടപെട്ട് സംസാരിച്ചിട്ട് ഞങ്ങൾ ഇളവ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ടണ്ണ് മേലെ 130 റുപ്യ ഇളവ് ചെയ്തിട്ടാണ് ഒരു ടണ്ണ് 2.5 കൊല്ലം അവിടെ ഇറക്കിയത്. ശരി ആയിക്കോട്ടെ, ഞങ്ങൾ അംഗീകരിച്ചതാണല്ലോ. 2 കൊല്ലം കൂടുമ്പോൾ സാധാരണ വർധന വരുത്തും. ആ ചിട്ടാണ് 10/8/2023 മുതൽ 10/8/2025 വരെയുള്ള ഒരു വേതനം വർദ്ധിപ്പിച്ച വ്യാപാരി സംഘടനകൾ അംഗീകരിച്ച ഞങ്ങൾ ഒപ്പുവെച്ചൊരു കരാറാണ്. ഇതുപോലും അവർ അംഗീകരിക്കാൻ കഴിയില്ല. ശരി വേണ്ട, ഞങ്ങൾ ക്ഷേമോട് പറഞ്ഞു ഞങ്ങൾക്ക് സൈറ്റ് വർക്ക് തരും എന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ 130 റുപ്യ ടണ്ണമ്മ കുറച്ച് 290 റുപ്യക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സൈറ്റ് വർക്ക് ഞങ്ങൾക്ക് കിട്ടാതെ സ്ഥിരമായിട്ട് വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനി സൈറ്റ് വർക്ക് തന്നെ വേണ്ട, ഞങ്ങൾക്ക് മറ്റുള്ള കടയിൽ ഞങ്ങൾ ഇറക്കുന്നത് പോലുള്ള വേതനം ഞങ്ങൾക്ക് വേണം. അത് ബോർഡിനോടാണ് പറഞ്ഞത്. ഞങ്ങളുടെ തൊഴിലുടമ ബോർഡാണ്. ബോർഡിൻ്റെ ഉടമകളാണ് മറ്റ് വ്യാപാര സ്ഥാപനങ്ങളെ ഉടമകൾ. ഞങ്ങൾക്ക് തർക്കം വന്ന തൊഴിലുടമ പറയാനുള്ള ബോർഡ് പറയാം, ശാലീയ സംഘടനകൾ പറയാം. ഞങ്ങളൊരു കച്ചവടക്കാരോട് നേരിട്ട് സംസാരിക്കുന്ന രീതി ഇന്നേ വരെയല്ല. ഇവിടെ 10-40 കൊല്ലമായി സാധാരണ ഞങ്ങൾ ചാർജ് വർദ്ധിപ്പിക്കുമ്പോൾ നിലവിലെ ചാർജ് 2 കൊല്ലം കൂടുമ്പോൾ കൂടിയിരിക്കും. ചില മേഖലകൾ ഒഴിവാക്കി കൊടുക്കും, ചിലത് വർദ്ധിപ്പിക്കും. ഇപ്പോൾ കഴിഞ്ഞ വർധനവിൽ നിത്യോപയോഗ സാധനങ്ങൾ പലചരക്ക് റുപ്യ ഒരു നയാ പൈസ എവിടെയും വർദ്ധിപ്പിച്ചില്ല. കാരണം അന്നത്തെ ഒരു സാഹചര്യം കൊറോണയ്ക്ക് ശേഷം കച്ചവടങ്ങളൊക്കെ വന്ന കാര്യമാണെങ്കിൽ ബോധ്യപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ വ്യാപാരി സുഹൃത്തുക്കളുമായി നല്ല ബന്ധത്തിലാണ്. അത് മാത്രമല്ല നല്ല തൊഴിലുടമകളാണ് വണ്ടിയുള്ളത്. ഈ ഒരു ചങ്ങാതി ഒഴികെ ഇവന് ഓന് നിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ മേൽ ഒരു സാധനം ഇട്ടിട്ട് ഓന് ലക്ഷക്കണക്കിന് റുപ്യ കൊടുക്കാനുള്ള ആളുകൾക്ക് ഒരു ന്യായം പറയാൻ വേണ്ടി ഞാൻ നിർത്താൻ കാരണം അവിടുത്തെ തൊഴിലാളികളാണ്, അവൻ നിന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് പറയാനാണെങ്കിൽ അത് ഞങ്ങൾ മേലിടാൻ നിൽക്കേണ്ട. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മാന്യമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്, മാന്യമായി പ്രവർത്തിക്കുന്ന തൊഴിലാളികളാണ്. ഈ 10-40 കൊല്ലമായിട്ട് ഇപ്പോൾ ഈ ഇരിക്കുന്നത് നമുക്കറിയാം. എന്തെങ്കിലും ഒരു പ്രശ്നം തൊഴിലുടമകളുമായി ബന്ധപ്പെട്ട് ഒരു തൊഴിലാളികൾ മാത്രം ഉണ്ടായിട്ടുണ്ടോ? ഇന്നേ വരുമ്പോഴല്ല ഒരു തൊഴിലുടമക്കും പരാതിയില്ല. നിങ്ങൾ വ്യാപാരി സംഘടന നേതാക്കന്മാരെ വിളിച്ച് ചോദിച്ചു നോക്കി. പണ്ടുള്ള തൊഴിലാളികൾ എങ്ങനെയുണ്ട്? ഇങ്ങനെ പിന്നെ അസംഖ്യം കാണുന്നവരും പിന്നെ തർക്കം ഉണ്ടാക്കുന്നവരും കച്ചറ ഉണ്ടാക്കുന്നവരും പണിയെടുക്കാത്തവരും എന്ന് തർക്കം മുതലും പണി നടത്തപ്പെടും. ഈ സ്ഥാപനത്തിലെ ജോലി ചെയ്യാൻ ഒരു തടസ്സമല്ല. പക്ഷെ വേതനം ന്യായമായി കാലാനുസൃതമായ വർധനവ് കൊടുക്കാൻ അംഗീകരിക്കണ്ടേ? അതും അവരായിട്ട് സംസാരിച്ചിട്ടില്ല. അപ്പോൾ അവരൊരു കാരണം ഉണ്ടാക്കി നിർത്താൻ തീരുമാനിച്ച ഒരു കാരണം ഉണ്ടാക്കി അത് അവരെ കാരണം കൊണ്ടാണ് നിർത്തി എന്ന് അവർക്ക് അവരുടെ പാർട്ട്ണർമാർ പലയിടത്തും പല പാർട്ട്ണർമാരാണ്. അവർക്ക് 3-4 കടകളുണ്ട്. ഒരേ പാർട്ട്ണർമാരാണ്, ഓരോ സ്ഥലത്തും വ്യത്യസ്ത പാർട്ട്ണർമാരാണ്. അപ്പോൾ അവർക്കിടയിലുള്ള പ്രശ്നം ഞങ്ങളെ നേരിട്ട് രക്ഷപ്പെടാനുള്ള ശ്രമമാണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല. അവർ ആ ബാനർ ഒന്ന് അഴിച്ചു മാറ്റിയില്ലെങ്കിൽ ആ സ്ഥാപനത്തിലേക്ക് ഞങ്ങൾ മാർച്ച് ചെയ്യും. തൊഴിലാളികൾ ഞങ്ങളെ കുതിരയാക്കിയിട്ട് ഒരു ബാനർ അവിടെ വെക്കാൻ പറ്റില്ല. ആ സ്ഥാപനം അടക്കാൻ ഞങ്ങളല്ല കാരണക്കാർ. ഞങ്ങൾ 420 റുപ്യക്ക് പണിയെടുക്കുന്ന ആളുകൾ 290 റുപ്യക്ക് 2.5 വർഷമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കണം. ഇനിയും ഞങ്ങൾ എടുക്കും തീരുമാനിച്ചാൽ. പക്ഷെ ആ ബാനറവിടെ വെച്ചിട്ട് അയാളുടെ സ്ഥാപനമായിട്ട് ഞങ്ങളെ മേലെ പൈതാരി ചടച്ചു കൂട്ടാൻ കഴിയില്ല. അപ്പോൾ അത് അയാൾ അടിയന്തരമായി അത് നീക്കം ചെയ്യണം. ഞങ്ങൾക്ക് മേലെ ആ ചാർജ് അത് ഒഴിവാക്കപ്പെടണം. ഇവിടെ വണ്ടൂരിൽ നിങ്ങൾക്കറിയാം 100 കണക്കിന് പിന്നെ കടകൾ തുറക്കലും അടക്കലും നടക്കുന്ന സ്ഥലമാണ് വണ്ടൂർ അല്ലേ? എത്ര കടകൾ അടച്ചുപോയി വണ്ടൂർ, പാണ്ടിക്കാർ റോഡിലും നിലമ്പൂർ റോഡിലും മഞ്ചേരി റോഡിലൊക്കെ. ഞങ്ങളാരും കാരണം കൊണ്ടല്ലോ. അത് അവർക്ക് അവരുടേതായ ചില കാരണങ്ങളുണ്ടാവും. ഞങ്ങളാരും ആ കാരണക്കാരല്ല. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി ഞങ്ങൾക്ക് പറയുന്നത് ഞങ്ങളെ കാരണം കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ന്യായമായ കാര്യങ്ങൾ ബോർഡിനോട് പറഞ്ഞിട്ട് ബോർഡ് ഈ വിഷയം ചർച്ച ചെയ്യാൻ 3 തവണ യോഗം വിളിച്ചു. ഞാൻ ബോർഡിൻ്റെ നമ്പറാണ് കണ്ടുപിടിച്ചത്. ആ 3 യോഗത്തിലാരുമില്ല. ബോർഡ് വിളിക്കണ 11 മണിക്ക് വിളിച്ചാൽ 10:30 അയാൾ വിളിച്ചു പറയും ഞങ്ങളതിലിപ്പോൾ മുന്നോട്ട് പോകണില്ല. അപ്പോൾ ഞങ്ങളിന്ന് ചർച്ച ചെയ്യാനില്ല.
വീണ്ടും ചർച്ച ചെയ്ത് 3 വട്ടം വിളിച്ചിട്ട് അവസാനിപ്പിച്ച് ഇനി വിളിക്കേണ്ടില്ല തീരുമാനിച്ചു. അപ്പോൾ അയാളെ ബോധവുമ്പോൾ ഞങ്ങളെ മോശപ്പെടുത്താൻ, തൊഴിലാളികളെ മോശപ്പെടുത്താൻ ചെയ്യാണ്. ഇവിടെ വേറൊരു വ്യാപാരിക്കും പരാതി ഉണ്ടാവില്ല. ദിവസം 1000കണക്കിന് രൂപ കൂലി തന്നെ വ്യാപാരികൾ കൊണ്ടുവരുന്നുണ്ട്. ഞങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട സ്നേഹിക്കുന്ന തൊഴിലുടമകളുണ്ട്. അവർക്കൊന്നും ഒരു പരാതി ഇന്നേ വരെ ഞങ്ങളെ സംബന്ധിച്ചില്ല. അപ്പോൾ ഈ ചങ്ങാതി നിർത്താൻ തീരുമാനിച്ചപ്പോൾ ഒരാളെ വെരടിക്കിടുന്നത് ആ നിലയിൽ തൊഴിലാളികൾ വാർത്തിട്ടതാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പിന്നെ ഞങ്ങളവിടെ അസന്റും വന്നു ഭീഷണിപ്പെടുത്തി ലോഡ് മടക്കി വിട്ടു. അവിടെ CCTV 2-3 സ്ഥലത്തുണ്ട്, ആ പരിസരത്തും ആ കടയിലുണ്ട്. അവരത് പരിശോധിക്കട്ടെ. ഞങ്ങൾ ആരെങ്കിലും അവിടെ മോശമായിട്ട് വർത്തമാനം പറഞ്ഞിട്ടുണ്ടോ, പിന്നെ വണ്ടി മടക്കി വിട്ടിട്ടുണ്ടോ? അന്ന് വരെ പോലത്തെ രേഖയത് അവർ ഒപ്പിട്ട് കൊടുത്ത വർക്കുകളാണ് അന്ന് വരെയാണ് ജോലി ചെയ്തിരുന്നത്. അങ്ങനെ തർക്കന്നെയാണ് ജോലി ചെയ്തത്, മടക്കി വിടുന്നത്. അപ്പോൾ അത് ആ കാര്യങ്ങൾ നന്നായിട്ട് റിപ്പോർട്ട് ചെയ്യണം. ഇവിടെ മറ്റു ചാനലുകാരൊക്കെ റിപ്പോർട്ട് ചെയ്ത് സ്വാഭാവികമായിട്ടും അവരെ താല്പര്യം വെച്ച് അവർ റിപ്പോർട്ട് ചെയ്താണ് അത് ഞങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU വണ്ടൂർ ഏരിയ സെക്രട്ടറി TK ബഷീർ, പ്രസിഡന്റ് K ഫൈസൽ, യൂണിറ്റ് സെക്രട്ടറി P ഷെരീഫ്, പൂൾ ലീഡർ V ഷെരീഫ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.